ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് ഉടമ്പടിയെക്കുറിച്ചൊരു ലെവലേശം ഓർമ്മയുണ്ടെങ്കിൽ ദൈവത്തിന് 100% നിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഉടമ്പടി വീണ് പോയവർ ആരും പേടിക്കരുത്. നേരെ തിരിച്ചു വരിക. നിങ്ങൾക്ക് പറ്റണ പോലെ ഉടമ്പടി പാച്ചപ്പ് ചെയ്യുക. ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് 2 തിമോത്തി 2:13 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 2 തിമോത്തി 2:13 പറഞ്ഞേ. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും കേൾക്കട്ടെ. പറഞ്ഞേ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഉടമ്പടി നിങ്ങൾക്കറിയാവോ? ഒന്നുകൂടി പറഞ്ഞ ആ വചനം ഒന്നുകൂടി വായിച്ചേ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. നമ്മൾ അവിശ്വസ്തരായിരുന്നു. 2 തിമോത്തി 2:13 എന്താ പറഞ്ഞത്? നമ്മൾ ഉടമ്പടിക്ക് അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. കാരണം എന്താണ്? തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. എന്നുവെച്ചാൽ ഉടമ്പടിയെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പോൾ നീ ഉടമ്പടിയെ നിഷേധിക്കാനോ അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിലും നിൻ്റെ ഉടമ്പടിയെ ദൈവം നിഷേധിച്ചിട്ടില്ല. ഇപ്പോഴും കൈയടിച്ച് കർത്താവിനെ ഉടമ്പടിയിലൂടെ ഞങ്ങളോട് ശാശ്വതമായ സ്നേഹം കാട്ടുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഉടമ്പടി നിബന്ധനകള് കൂടുതൽ വിശ്വസ്തത. 19 സംഖ്യ 18:19 ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അപ്പോൾ നിരാഞ്ജനമായി സമീപിക്കുക എന്ന് വെച്ചാൽ കവനൻ്റ് ഓഫ് സാൾട്ട് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൽ എഴുതിയിരിക്കണേ, ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഉപ്പ് തളിച്ചത് ദൈവത്തിൻ്റെതാണ്. അതാണ് ഉടമ്പടി ഉപ്പിൻ്റെ പ്രത്യേകത. ഉപ്പ് തളിച്ചത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ദൈവത്തിന് അവകാശപ്പെട്ടത് അഹറോന് അവകാശപ്പെട്ടതാണ്. അതാണ് 18:20 പറയുന്നത്. സംഖ്യ 18:20 ശ്രദ്ധിക്കട്ടെ. 18:20 കർത്താവ് അഹറോനോട് അരുളി ചെയ്തു. ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. എൻ്റെ മക്കളെ ഒന്ന് നോക്കിയേ. ഉപ്പ് പോണ പോക്കുണ്ടല്ലേ? അതായത് ഉപ്പ് പ്രയോഗിക്കുന്നവർ, നമ്മൾ വിശ്വാസ പ്രയോഗമാണ് നമ്മുടെ വിഷയം. ഉപ്പ് പ്രയോഗിക്കുന്നവർ എന്താ പറയണത്? കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി. ദാറ്റ് മീൻസ് അത് തന്നെയാണ് നമ്മൾ പറയണത്. അത് തന്നെ ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ്. നമ്മൾ സങ്കീർത്തനം വായിക്കത്തില്ലേ? സങ്കീർത്തനം 16:5 വായിച്ച ശ്രദ്ധിക്കട്ടെ. സങ്കീർത്തനം 16:5 കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. പറഞ്ഞേ. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അപ്പോൾ എൻ്റെ ഓഹരി കർത്താവാണ്. എനിക്ക് വേറെ ഓഹരിയൊന്നുമില്ല, എനിക്ക് വേറെ മെരിട്ടൊന്നുമില്ലെന്നാണ് പറയണത്. എനിക്ക് വേറെ മെരിട്ടൊന്നുമില്ല. ആ ബെന്നി ജോസഫ് ഉപ്പ് വിതറുമ്പോൾ പറയണതാണ് എൻ്റെ ഓഹരി കർത്താവാണ്. കർത്താവിന് ഇടപെട്ടാൽ മാത്രമേ ഇതിനൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. ജെയ്സൺ വർക്ക് ചെയ്യുമ്പോഴും ജെയ്സനും പറഞ്ഞത് എന്താണ്? ജെയ്സൺ തോമസും പറയുന്നതിൻ്റെ എന്താ പറയണത്? എനിക്ക് ഈ കമ്പനിയിൽ 1 കോടി രൂപ ശമ്പളമുള്ള ആൾക്കാർ നിൽക്കുന്നുള്ള കാലം കമ്പനി രക്ഷപ്പെടത്തില്ല. എനിക്കാണെങ്കിൽ ശമ്പളം കിട്ടിയിട്ടുമില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിലാണ് ഈ സംഭവം. ഉപ്പ് പറയണ ഉപ്പൊരു പ്രതീകമാണ്. എഫെസ്യസ് 2:8 പ്രതീകമാണ്. എന്താണ്? എൻ്റെ ഓഹരി കർത്താവാണ്.
അതാണ് സംഖ്യ 18:20 പറയണത്. ഇസ്രയേലിൽ നിനക്ക് വേറെ ഓഹരിയില്ല. മാനുഷികമായിട്ടോ ബുദ്ധിയോ ശക്തിയോ മറ്റു മാർഗങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാനാണ് നിൻ്റെ ഓഹരി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. തമ്മിൽ ലിങ്ക്ഡാണ്. സംഖ്യ 18:20 എഫെസ്യർ 2:8 തമ്മിൽ വിശ്വാസ പ്രയോഗത്തിൽ ഒരേ അനുഭവമാണ്. വൺ ആൻഡ് സെയിം എക്സ്പീരിയൻസ് ഓഫ് ഗാഡ് ത്രൂ ദ മീഡിയം ഓഫ് ദി സാൾട്ടിങ് എന്ന് പറയുന്നത് ഒരു വിശ്വാസ പ്രയോഗമാണ്. പക്ഷെ പ്രയോഗിക്കുന്നവരെ സത്യസന്ധമായിട്ട് പ്രയോഗിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത് അധീന സെലിൻ USA ഡോക്ടറാണ്. അധീന സെലിൻ USA ഡോക്ടറാണ്. അപ്പോൾ സെലിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സാക്ഷ്യത്തിൻ്റെ റാങ്കിങ് കണ്ടില്ലേ, സെലിനെ സംബന്ധിച്ചിടത്തോളം നല്ല ട്രബിളിനാണ്. കാര്യം ഇവൾ ദന്തിസ്റ്റാണ്. അപ്പോൾ ദന്തിസ്റ്റ് ആകുമ്പോൾ ദന്തിസ്റ്റായിട്ട് ഇവിടുത്തെ പഠനങ്ങളെല്ലാം പൂർത്തിയായിട്ട് അമേരിക്കയിൽ ദന്തിസ്റ്റ് ജോലിക്ക് വേണ്ടി ഇവർ ഭർത്താവിൻ്റെ കൂടെ അമേരിക്കയിൽ പോയി. പക്ഷേ ആൾക്കാർ പറഞ്ഞത് മണ്ടത്തരമാണ്. ദന്തിസ്ട്രി ആരും എടുക്കാത്ത ഒരു സിലബസാണ്. വല്ല നേഴ്സാ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും, കഞ്ഞി വെച്ച് പോകാം. ദന്തിസ്ട്രിയും കൊണ്ടിരുന്നത് എന്ത് കാണിക്കാനാണ്? അമേരിക്ക ഒത്തിരി ഡെവലപ്ഡ് കൺട്രിയാണ്, അവിടെ പറ്റത്തില്ലെന്ന് പറയും. അത് സെലിൻ അധീന നോക്കുമ്പോൾ ശരിയാണ്. അമേരിക്ക കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവർ സൈറ്റിൽ നോക്കിയപ്പോൾ എന്താ പറയണത്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന അവർ വളരെ ആഘോഷമായിട്ട് വിളിക്കുന്നതാണ്. എന്ന് വെച്ചാൽ വരത്തന്മാരെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവർ അമേരിക്കൻസിൻ്റെ ഒക്കെ രീതി അതാണ്. നമ്മളെ വരത്തതെന്ന് അവർ നേരിട്ട് വിളിക്കത്തില്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പിന്നെ 250 സീറ്റേ ഉള്ളൂ, ബാക്കി എല്ലാ സീറ്റും അവർക്കാണ്. 250 സീറ്റാണ് ഉള്ളത്. അതിൽ നിന്ന് ഇവൾക്ക് ദന്തിസ്ട്രിയിൽ സീറ്റ് വേണം. അതിന് പക്ഷേ ഇവർക്ക് ബേസിക്സാണ് ഉള്ളത്. അതിനൊക്കെ ബേസിക്സേ ഉള്ളൂ ദന്തിസ്ട്രിയുടെ. നമ്മുടെ പഠനങ്ങളാണ് ഉള്ളത്. അവിടെ ഇതിന് 250 സീറ്റിന് ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള, അതുപോലെ തന്നെ മറ്റ് ഫിലിപ്പീൻസ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള 130 പേര് വരെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം ആപ്ലിക്കേഷൻ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം സ്പെഷ്യലിസ്റ്റുകളാണ്. അതാത് രാജ്യങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി MD ഡിഗ്രി ഉള്ളവരാണ് വന്ന് ഇവർ ബേസിക്സാണ്. അവർ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേക പരീക്ഷ ഉണ്ട്. ഇത് എൻട്രൻസ് കിട്ടാണ്. ആ പരീക്ഷയ്ക്ക് പങ്കെടുക്കുമ്പോൾ അവർ കൺഫ്രണ്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം MD ആൻഡ് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർ സ്പെഷ്യലിസ്റ്റും ഗ്രാജുവേറ്റ്സുകളൊക്കെയാണ്. ഇവർക്ക് ബേസിക്സേ ഉള്ളൂ. പക്ഷേ ഇവരുടെ ബേസിക്സ് ഇവരെന്താ ചെയ്യണത്? ഇവർ പറയണത് എനിക്ക് ആപ്പടെ ആസ്തി ഉടമ്പടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സംഖ്യ 18:20 ഇസ്രയേലിൽ നിനക്ക് വേറെ അവകാശമില്ല, ലോകത്തിൻ്റെ ഡിഗ്രി ഒന്നുമില്ല നിനക്ക്. അതിന് ഇവർക്ക് കയറി പറ്റാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു മെറിറ്റ് ഇവർക്കില്ല. അതാണ് ഈ മെറിറ്റെന്ന് പറയണത്. മെറിറ്റില്ല ഇവർക്ക്. ഇവരെന്ത് ചെയ്യും? ഇവർ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ബാക്കി കൊണ്ട് ഉപ്പ് വിതറും. ആ സാക്ഷി നിങ്ങൾ കേൾക്കാം. ഓരോരുത്തർ ഈ കാലത്ത് ഡോക്ടർമാരായാലും ആരായാലും അവർക്ക് സത്യം അറിയുന്നവർ എങ്ങനത്തെ പ്രയോഗിക്കണമെന്നറിയാം. അവർ പറയുന്നത് എന്താണ്? കർത്താവേ, എനിക്ക് എൻ്റെ മുമ്പിലുള്ള ഞാൻ കൺഫ്രണ്ട് ചെയ്യണത് ആരോടാണ് ഞാൻ ചെയ്യേണ്ടത്? ഇവിടെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർ സ്പെഷ്യലിസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അവിടെ മുമ്പിൽ ഞാൻ ബേസിക്സ് ഉള്ളത് ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് എൻ്റെ അവകാശം നീയാണ്, എൻ്റെ ഡിഗ്രി അല്ല എൻ്റെ അവകാശം. ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ് എന്ന് പറയണത് എന്താണ്? അത് ചങ്കി പറയണതാണ്. എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, എനിക്ക് വേറെ അവകാശമില്ല. ഇസ്രയേലിൽ നിനക്ക് വേറെ അവകാശമില്ല, ഞാനാണ് നിൻ്റെ അവകാശം എന്ന് പറയത്തില്ലേ? ദൈവമാണ് എൻ്റെ അവകാശമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപ്പുകൊണ്ടേ ഈ വിഷയം. അത് വിശ്വാസപ്രയോഗമാണ്. വിശ്വാസം പ്രയോഗിക്കുകയാണ്. എന്താ സംഭവിച്ചാൽ മാതാവ് ഒരു കളി ഇതിനകത്ത് കളിക്കും. അമ്മ ഭയങ്കര സംഭവമാണ്. അമ്മ എന്നാ ചോദിച്ചത്? ഇവളെ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെക്കും. അതാണ് രസം. ഇവളെ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെക്കും. ഇവളുടെ പാനലിൽ നമ്മൾ റിസൾട്ട് വരുമ്പോഴുണ്ട് ഇവൾക്ക് അതിൻ്റെ അഡ്മിഷൻ കിട്ടും. അതായത് അമ്മയ്ക്കറിയാം. അതായത് ദൈവത്തിൻ്റെ ധാരണയെന്ന് പറഞ്ഞത് നമ്മളുടെ ധാരണയല്ല. ഒരു കാര്യം എങ്ങനെയാണ് മൊബിലൈസ് ചെയ്യണമെന്ന് ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. നിനക്ക് വേണ്ടി നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കാത്ത സംഭവങ്ങൾ ദൈവം, അതാണ് നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ ഉത്തരം, സമാധാനം
നിങ്ങളുടെ ചിന്തകളെ അതിരിക്കുന്നു പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതായത് ദൈവം ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെച്ച് കൊടുക്കും, അതോടുകൂടി എല്ലാം സെറ്റാവും, ഇവിടെ ഓക്കെ ആവും, ഇവർക്ക് അഡ്മിഷൻ കിട്ടും. ദാറ്റ് മീൻസ് വിശ്വാസം പ്രയോഗിക്കുന്ന രീതികളും ആ വിശ്വാസം പ്രയോഗിക്കേണ്ട സമയത്ത് അതിനൊക്കെ എൻ്റെ മക്കളെ ഉടമ്പടി ഇപ്പോൾ തന്നെ പഴയ ഉടമ്പടി പുസ്തകം 300 പേജാണ്. ഇനി ഇത് റിവൈസ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് വോളിയം 200 പേജ് വേറെ വരും. കാര്യം അത്ര കണ്ട് പഠിക്കേണ്ട സംഭവമാണിത്. കാര്യം നമ്മൾ ആ പുസ്തകം എഴുതുമ്പോൾ ഇത്രയും വലിയ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരൊന്നും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് ഉടമ്പടിയിൽ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ ഉടമ്പടി പ്രയോഗിച്ചതിൻ്റെ അനുഭവശാസ്ത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതെങ്ങനെയാണ് ഇവർ പ്രയോഗിക്കണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എപ്പോഴും ഓർക്കണത്, ഉപ്പ് എറിയുമ്പോൾ ഓർക്കണം, എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, എനിക്ക് ഭൂമി കർത്താവല്ലാതെ വേറെ അവകാശമില്ല. അതാണ് ഉപ്പിൻ്റെ പ്രയോഗം, അതാണ് വിശ്വാസ പ്രയോഗം. കൈയിടിച്ച് കർത്താവിനെ ചൊല്ലി ശ്രദ്ധിക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഹാളിലുള്ള തീർത്ഥാടന ഉടമ്പടിയായിട്ട് വന്നിട്ടുള്ളവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് രോഗമുള്ള അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിച്ച് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അപ്പോൾ ശരീരത്തിൽ മാറി മാറി കൈകളെ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേ നിൽക്കണം. നിങ്ങൾക്ക് രോഗങ്ങളില്ലെങ്കിൽ രോഗമുള്ള നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ അടുപ്പക്കാരും അവരെ ഓർത്തിട്ട് അവരുടെ രോഗാതീതമായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ശരീരത്തിൻ്റെ അവസ്ഥകളെ കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ ഉദരത്തിലാണെങ്കിൽ ഉദരത്തിൽ, നെഞ്ചിലോ കഴുത്തിലോ എവിടെയാണ് അവരുടെ രോഗം അവിടെ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നവരെ നിങ്ങളെ സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ദൈവം നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ, നിൻ്റെ വിശുദ്ധമായ തിരുമുറുപാർന്ന വലതുകരം മക്കളുടെ ശിരസ്സിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധ്യബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും ആമാശയത്തിലും അണ്ടാശയങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ഈശോ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ രക്തധമനികളിലെ ക്യാൻസർ കോശങ്ങൾ സിസ്റ്റുള്ളവരെല്ലാം കർത്താവിൻ്റെ രക്തം, കരളിൽ വേദനയുള്ളവരെ, കരൾ രോഗമുള്ളവരെ, കിഡ്നി രോഗികൾ, കിഡ്നി ചുരുങ്ങുന്നവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവ് സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ, പിൻകഴുത്തിന് വേദനയുള്ള, കണ്ണിന് കാഴ്ചക്കുറവുള്ള, അഡിനോയിഡിൻ്റെ രോഗമുള്ളവരെല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കൈ സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാതെ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മക്കളില്ലാത്തവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ എല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അസ്ഥി വേദനയുള്ള, അസ്ഥിക്ക് മുഴയുള്ളവരെ എല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ. 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, സകല വ്യാധികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവരെ, വീട് ഉറഞ്ഞു വീണിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റാതിരിക്കുന്നവരെ, വീട് പൊളിച്ചു പണിയേണ്ട അംഗങ്ങളുടെ എണ്ണവും കുഞ്ഞുങ്ങളുടെ പ്രായവും കഴിഞ്ഞപ്പോൾ വീട് പൊളിച്ചു പണിയാതെ നിവൃത്തിയില്ലാത്തവരെ, ഇതുപോലെ വെള്ളക്കയറ്റമുള്ള വീട്, ജീവിത സാഹചര്യങ്ങൾ അവിടെ സമാധാനത്തെ പൊറുക്കാൻ പറ്റാത്ത അവസ്ഥകൾ, സാമ്പത്തികമായ കടങ്ങൾ, വരുമാന മാർഗമില്ലാത്തവരെ, കടങ്ങളും പലിശ കയറ്റവും മറ്റ് അന്യാധീനപ്പെട്ടു പോയ സമ്പത്ത്, അതിനെൻ്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു കിട്ടാത്തവർ, അതുപോലെ തന്നെ വാടകയ്ക്ക് ഒഴിഞ്ഞു പോകാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, പ്രൊഫഷണൽ പരീക്ഷയായാലും അക്കാഡമിക് പരീക്ഷയായാലും സ്കൂൾ പരീക്ഷയായാലും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർ, തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവർ, അവർക്ക് വർഷങ്ങളായി വിദേശം ജയിലിൽ കിടക്കുന്നവർ, ജോലിയില്ലാത്ത വിദേശത്ത് കുടുങ്ങിപ്പോയവർ, വിസയിൽ തട്ടിപ്പിരിപ്പെട്ടിരിക്കുന്നവർ, പണം നഷ്ടപ്പെട്ടു പോയവർ, സാങ്കേതിക രേഖയില്ലാത്തവർ, പഠനം നിന്ന് പോയവർ, പല യുക്രൈൻ ഉൾപ്പെടെയുള്ള
രാജ്യങ്ങൾ പഠിക്കാൻ പോയവർക്ക് പഠനം നിന്ന് പോയവർ, മറ്റു രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, രാജ്യങ്ങൾ മാറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, പല രേഖ കിട്ടാത്തവർ, മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, കർത്താവ് വരുമാന മാർഗമില്ലാത്തവർ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വിവാഹ മോചനം നേടാൻ വേണ്ടി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എല്ലാം ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fair finger, soak with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ ദൈവിക നാമത്തിൽ നിന്റെ തടസ്സങ്ങളും ദോഷങ്ങളും ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അച്ഛൻ എന്തെങ്കിലും പ്രാർത്ഥന വിട്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ ഇപ്പോൾ നിങ്ങൾ മൗനമായി മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ കണ്ണീരോടെ തീർത്ഥാടന ഉടമ്പടിയായിട്ട് ഇവിടെ അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും മുട്ടയിൽ നിന്ന് മൗനമായി നിങ്ങളുടെ ജീവിതാവസ്ഥകൾക്കും ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ നിവൃത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിമിഷം മൗനമായിട്ട് നമ്മൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മളിപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദിവ്യകാരുണ്യ അൾത്താരയിൽ ഇറക്കി വയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ